Hi friends, welcome to our channel ACE Academy. ഞാൻ ജിഷ്ണു ശേഖർ. നമ്മൾ ഇന്ന് +2 മാത്തമാറ്റിക്സിലെ റിവിഷൻ ക്ലാസ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് കൂടെ പഠിക്കാനിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രയാസമെന്ന് പലരും കരുതുന്ന ഈ ചാപ്റ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ പഠിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കപ്പോ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കപ്പോ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ ആണ്. നമ്മളെല്ലാവരും ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതിന് ശേഷമാണ് ഈ ചാപ്റ്ററിലേക്ക് വരുന്നത്. ഓക്കെ, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. നമുക്ക് റിവിഷൻ ക്ലാസ് എടുക്കുന്നത് പോലെ വളരെ സ്ലോ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും ഫാസ്റ്റ് ആയിട്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ്, ഇമ്പോർട്ടൻസ് പ്രോബ്ലംസ് ചെയ്തു പോവുകയും ചെയ്തായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർ ആയിട്ട് ഇത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഡിഫറൻസിയേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഡിഫറൻസിയേഷൻ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അവിടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്സിനെയാണ് എന്ത് പറയുന്നത്, ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്, അത് 2x ആണ് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് നേരെ തിരിച്ച് ഇന്റഗ്രൽ ഓഫ് 2x എന്തായിരിക്കും, അത് എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 2x എന്തായിരിക്കും, എക്സ് സ്ക്വയർ ആയിരിക്കും. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് 2x dx എക്സ് സ്ക്വയർ. ഇവിടെ മക്കളെ എങ്കിൽ മറ്റൊരു ക്വസ്റ്റ് നോക്കൂ, ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1, അവിടെ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, അതുപോലെ തന്നെ 1 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പൊ 2x വരത്തുള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് എന്താ, 2x ആണ്. എങ്കിൽ അതിന്റെ എന്തായിരിക്കും, ഇന്റഗ്രൽ ഓഫ് ഈ 2x ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 1 വരും എടുക്കാം. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഡെറിവേറ്റീവ് എടുത്താലോ, എക്സ് സ്ക്വയർ 2x 2 0. എക്സ് സ്ക്വയർ പ്ലസ് 2 എന്താ, 2x ആണ്. അപ്പൊ നോക്കൂ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് 2x, എക്സ് സ്ക്വയർ പ്ലസ് 2 ഡെറിവേറ്റീവ് 2x. എങ്കിൽ തിരിച്ച് 2x ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ഇതിൽ ഏത് മൂന്നെണ്ണം തിരഞ്ഞെടുക്കും, 3 അല്ല 4 5 നമുക്ക് എത്ര ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ഫംഗ്ഷൻ എടുക്കാൻ പറ്റും അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 3, എക്സ് സ്ക്വയർ പ്ലസ് 4, എക്സ് സ്ക്വയർ പ്ലസ് 5 ഏതെടുത്താലും ഡെറിവേറ്റീവ് എന്തേ വരത്തുള്ളൂ, 2x വരത്തുള്ളൂ. എങ്കിൽ തിരിച്ച് 2x ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ഫംഗ്ഷൻ ആയിരിക്കണം, ആന്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ വരാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 വരാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2 വരാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഒരുപക്ഷെ എക്സ് സ്ക്വയർ പ്ലസ് 4 ആകാം, എക്സ് പ്ലസ് 5 ആകാം, അങ്ങനെ എല്ലാം ആവാം. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്തതിനെ പറയുന്നത് 2x ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വരും, എക്സ് സ്ക്വയർ പ്ലസ് 1 വരും, എക്സ് സ്ക്വയർ പ്ലസ് 2 വരും, എക്സ് പ്ലസ് 3 വരും. എല്ലാത്തിന്റെയും കൂടെ എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ കൂടെ ഉണ്ട്. ബാക്കി പ്ലസ് 1 2 3 എന്ത് വേണമെങ്കിലും ആകാം. അതിന് നമ്മൾ കോമൺ ആയിട്ട് ഒരു പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇന്റഗ്രൽസിൽ ഈ കോൺസ്റ്റന്റ് വരുന്നത്. അതായത് സെയിം ഫംഗ്ഷന് ഒന്നിലധികം ഇന്റഗ്രൽ വാല്യൂസ് കൂടുതൽ കോൺസ്റ്റന്റ് ഉണ്ടാവും. ഓക്കെ, ആ കോൺസ്റ്റന്റ് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സി കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കാൻ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചധികം ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് ആണ്. നമ്മൾ ഓൾറെഡി കുറച്ചധികം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചധികം ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡെറിവേറ്റീവ്സിന് നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും എന്ത്, ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്, അത് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് നേരെ തിരിച്ച് അത് എന്ത് വരും, സൈൻ എക്സ് പ്ലസ് സി എന്ന് വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് കുറച്ചധികം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽസുമാണ് നമ്മൾ അടുത്തായി പഠിക്കേണ്ടത്. ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പമായി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കുറച്ചധികം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സും അതുപോലെ തന്നെ കുറച്ചധികം ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇത് എഴുതിയെടുത്തെന്ന് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കി വരുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചധികം എളുപ്പമായി തോന്നുക. ഓക്കെ, ഇത് അറിയത്തില്ല എങ്കിൽ പല കാര്യങ്ങളും ഇനി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചധികം പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് എല്ലാവരും ഈ ഫംഗ്ഷൻസും അതിന്റെ ഇന്റഗ്രൽസും അങ്ങ് എഴുതിയെടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്, ഇന്റഗ്രൽ ഇ റൈസ് ടു 3x + 2 dx. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഫോമിലല്ലേ. എങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ആൻസർ ഇവിടെ എളുപ്പമാണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു 3x, അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ്? ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. എങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു 3x + 2 എടുക്കാൻ പറഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു 3x + 2. പിന്നെ എന്ത് പറഞ്ഞു, ഒരു 1/a ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ഒരു ബൈ എന്ത് വരും, 3 പ്ലസ്. ഇത്രേ ഉള്ളൂ, ആൻസർ വളരെ എളുപ്പമല്ലേ.
ആണ്. അങ്ങനെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റഗ്രൽ cos 2x plus 5 dx. What is integral of cos x? Integral of cos x sin x ആണ്. അപ്പം നോക്കൂ sin 2x plus 5. പിന്നെ എന്താ എക്സിന്റെ കോഎഫിഷ്യന്റ്? അത് 2 ആണ് by 2 plus c. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്ത്? എഫ് ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഫോം ഇങ്ങനെ അല്ലെങ്കിൽ രീതി എന്താണ്? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ വാല്യൂ കാണുക, എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ ആ കോഎഫിഷ്യന്റ് എഴുതാം. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഫോം നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആ ഫോം ഇങ്ങനെയാണ്. ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ അതിന്റെ നമുക്ക് ഇന്റഗ്രൽ കാണണം. ആ ഫംഗ്ഷൻ ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ്. അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആണ്. എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് കാണണം എന്ന് വിചാരിക്കാം. ഇവിടെ നോക്കൂ, 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ 2x. അതായത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എവിടെയുണ്ട്? ന്യൂമറേറ്ററിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഇത്രയേ ഉള്ളൂ, ലോഗ് മോഡ് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. കാര്യം എളുപ്പമായില്ലേ? അതായത് ഫംഗ്ഷൻ എവിടെ ഉണ്ട്? ഡിനോമിനേറ്ററിലുണ്ട്. ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ഇന്റഗ്രൽ വാല്യൂ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഫോം നോക്കാം. ആ ഫോം ഇങ്ങനെയാണ്. ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് ഡി എക്സ്. ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൂടെ ഉണ്ട്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ, അത് മറ്റു ഫംഗ്ഷൻ, അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. ഏത് ഫംഗ്ഷന്റെ ആണോ ഡെറിവേറ്റീവ് നമ്മുടെ കൂടെ ഉള്ളത് ആ ഫംഗ്ഷന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണ് കാര്യം. നോക്കുക, ഇത്ര മാത്രം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ട്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ടി എക്സ്. ഇവിടെ മക്കളെ, ഇവിടെ നോക്കൂ, ഇ റൈസ് ടു എക്സ് ക്യൂബ്. ഇ എന്ന് പറഞ്ഞാൽ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അകത്തുള്ള ഫംഗ്ഷൻ അല്ലേ എക്സ് ക്യൂബ്. ആ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ് നമുക്കറിയാം. അതിനകത്ത് എക്സ് സ്ക്വയർ നമ്മുടെ കൂടെ ഇല്ലേ? കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏത് ടി കൊടുക്കണം? എക്സ് ക്യൂബിന്. ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ കൂടെ ഉള്ളത് ആ ഫംഗ്ഷൻ ടി കൊടുക്കുക. അപ്പം എക്സ് ക്യൂബിന് ടി എന്ന് കൊടുക്കുക. ടി ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി ടി ബൈ ഡി എക്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിന് അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി ടി ബൈ ഡി എക്സ് എന്തായിരിക്കും? 3x സ്ക്വയർ ആയിരിക്കും. 3x സ്ക്വയർ ആയിരിക്കും. നമ്മുടെ കയ്യിൽ എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ ഡി എക്സ് ഒരു സൈഡിൽ ഉണ്ടാക്കി, ഡി എക്സ് അപ്പുറം പോയാൽ എക്സ് സ്ക്വയർ ഡി എക്സ് ആവും. 3 ഇപ്പുറം വന്നാൽ ബൈ ആവും. അതായത് ഡി ടി ബൈ 3 എന്ന് പറഞ്ഞാൽ അപ്പുറം പോയാൽ എക്സ് സ്ക്വയർ ഡി എക്സ് ആവും. ഇവിടെ നോക്കൂ, അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം? ഡി ടി ബൈ 3 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി അല്ലേ. അപ്പം ഇ റൈസ് ടു ടി. എന്താണ് എക്സ് സ്ക്വയർ ഡി എക്സ്? എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 3 ആണ്. അപ്പം ഡി ടി ബൈ 3 എന്നുള്ളത് പുറത്ത് 1/3 എഴുതിയാൽ. ഓക്കെ, ഈക്വൽ ടു 1/3. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ടി? ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്താ? ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പൊ ഇ റൈസ് ടു ടി എന്തായിരിക്കും? ഇ റൈസ് ടു ടി തന്നെ. പ്ലസ് എന്തുണ്ട്? സി. വാട്ട് ഈസ് ടി? ടി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അപ്പം 1/3 ഇ റൈസ് ടു ടിക്ക് പകരം എക്സ് ക്യൂബ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് മനസ്സിലായല്ലോ? ഈ ഒരു ഫോം പഠിച്ചു നോക്കാം. നമ്മൾ 3 ഫോം പഠിച്ചു. ഈ 3 ഫോം കുറച്ച് ഫോം കൂടെ പഠിപ്പിക്കും. അത്രയും ഫോംസ് വളരെ കൃത്യമായി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമായി. അടുത്ത ഫോം ഇങ്ങനെയാണ്. ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ കൂടെ അതിന്റെ ഡെറിവേറ്റീവ് കൂടി ഉണ്ട്. അതിന് ഇന്റഗ്രൽ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ ഡയറക്റ്റ് ആൻസർ എഴുതാം. അത് ഇങ്ങനെയാണ്. 1/2 ഇൻറ്റു ആ ഫംഗ്ഷന്റെ സ്ക്വയർ. 1/2 ഇൻറ്റു ആ ഫംഗ്ഷന്റെ സ്ക്വയർ. നോക്കൂ, ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ ലോഗ് എക്സ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. എന്റെ മക്കളെ, ലോഗ് എക്സ് ബൈ എക്സിനെ നമുക്ക് ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1/x ഡി എക്സ് എഴുതി കൂടെ അല്ലേ? നോക്കൂ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/x. അപ്പൊ ഒരു ഫംഗ്ഷൻ അതിൽ ഡെറിവേറ്റീവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ആൻസർ എഴുതാം? 1/2 ഇൻറ്റു ആ ഫംഗ്ഷന്റെ സ്ക്വയർ, ലോഗ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എന്ത് വരും? ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു സ്ക്വയർ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ.
അടുത്ത ഫോം ഇങ്ങനെയാണ്, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ ഇങ്ങനെയാണ്, 2 റൂട്ട് എഫ് ഓഫ് എക്സ്. എന്റെ മക്കളെ, ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഡെറിവേറ്റീവ് ഏത് ഫംഗ്ഷൻ്റെ ആണ് ഉള്ളത് അത് ടി കൊടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. ആ ടി കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം സ്റ്റെപ്പ് എഴുതി കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ സമയം കൂടി നിങ്ങൾക്ക് ഒഴിവാക്കി പെട്ടെന്ന് ചെയ്യാനാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വന്നാൽ ആ ഫോമിലാണെങ്കിൽ ഡയറക്റ്റ് എങ്ങനെ ആൻസർ 2 റൂട്ട് എഫ് ഓഫ് എക്സ്. എന്റെ മക്കളെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇന്റഗ്രൽ കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് 1 പ്ലസ് സൈൻ എക്സ് ആണ്. എന്താണ് 1 പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? 1ന്റെ ഡെറിവേറ്റീവ് 0, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ താഴെ റൂട്ടിനകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ആൻസർ എഴുതാം? 2 റൂട്ട് ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഡയറക്റ്റ് ആൻസർ എഴുതാം. അപ്പൊ നമ്മൾ പഠിച്ച 4ാമത്തെ ഫോമാണിത്. ഈ 4 ഫോം കൃത്യമായി എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. നമുക്ക് അടുത്ത ഫോമിലേക്ക് പോകാം. അടുത്ത ഫോം ഇങ്ങനെയാണ്, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ, എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഒരു ഫംഗ്ഷന്റെ പവർ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഇന്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എൻ പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ ചെയ്യാൻ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. അല്ലെ മക്കളെ, നമുക്ക് ഇങ്ങനെ കൂടെ ഇന്റഗ്രൽ ലോഗ് എക്സിന്റെ സ്ക്വയറെ ഇൻറ്റു ബൈ എക്സിനെ 1 ബൈ എക്സ് ഡി എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ പവർ ഉള്ള ഫംഗ്ഷൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ കൂടെ ഉള്ള 1 ബൈ എക്സ്. ഒരു ഫംഗ്ഷന്റെ പവറും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കൂടെ ഉണ്ട്. എങ്ങനെ എഴുതാം? ലോഗ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 2 പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 2 പ്ലസ് 1 പ്ലസ് എന്താ സി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ് ടു 3 ബൈ 3 പ്ലസ് സി. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൂടെ കാണുകയാണെങ്കിൽ ആ ഫംഗ്ഷന് ടി എന്ന് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാറില്ല, ചെയ്യേണ്ട രീതി അല്ല, ടി എന്ന് കൊടുക്കുക. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയേ, പോയിട്ട് വേറെ നോക്കാം. ഇവിടെ നോക്കൂ, ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് അല്ലേ. അപ്പൊ ഒരുപക്ഷെ കാണാറില്ല, ചെയ്യേണ്ട രീതിയിലുള്ളൂ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്ക് ടി എന്ന് കൊടുക്കുക? ലോഗ് എക്സിന് ടി എന്ന് കൊടുക്കുക. ടി ഈക്വൽ ടു ലോഗ് എക്സ്. ഇതിന്റെ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യുക, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡി ടി ബൈ ഡി എക്സ് ആകും. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ് ആകും. നോക്കൂ, നമുക്കൊരു 1 ബൈ എക്സ് ഡി എക്സ് ആ വേണ്ടത്. അപ്പൊ ഈ ഡി എക്സിന് അപ്പുറം പോയാൽ ഡി ടി ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ്. അപ്പൊ ഈ 1 ബൈ എക്സ് ഡി എക്സ് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. ഈ എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? ഈക്വൽ ടി ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ഇന്റഗ്രൽ ലോഗ് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടിയുടെ സ്ക്വയർ അല്ലേ. ഡി എക്സ് ബൈ എക്സ് എന്താണ്? ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഡി ടി അല്ലേ. അപ്പൊ ടി സ്ക്വയർ ഡി ടി. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയറിന്റെ എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പൊ ടി സ്ക്വയറിന്റെ എന്തുവാ? ടി സ്ക്വയറിന്റെ ടി ക്യൂബ് ബൈ 3. ഓക്കെ, ടി ക്യൂബ് എന്താ? ടി ടി എന്ന് പറയാൻ ലോഗ് എക്സ്. അപ്പൊ ടി ക്യൂബ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സിന്റെ ക്യൂബ് ബൈ 3 പ്ലസ് എന്തൊരു സി ഉണ്ട്. ഓക്കെ, പ്ലസ് ഒരു സി ഉണ്ട്. അപ്പം ടി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട രീതിയാണിത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. നമ്മളൊരു 6 ഫോംസ് പഠിച്ചു ഇന്റഗ്രൽസിന്റെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ 6 രീതിയിലുള്ള പ്രോബ്ലംസ് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് അവസാനം വരെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വരുന്ന കാര്യങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനാണ്. നമ്മൾ അടുത്തതായി പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇന്റഗ്രൽസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ബോർഡിൽ കുറച്ചധികം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കാണും, കുറച്ച് ഇക്വേഷൻസ് ആണ്. നമ്മൾ ഇതെല്ലാം +1 പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ അത് അധികം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഈ ബോർഡിൽ കിടക്കുന്ന ഈ ഇക്വേഷൻസ് ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പൊ തുടർന്ന് വരുന്ന ചാപ്റ്ററുകളിലും ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും എല്ലാം നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ബോർഡിൽ കിടക്കുന്ന ഈ ഫംഗ്ഷൻസ് വളരെ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് വൃത്തിക്ക് എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പൊ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ഇന്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ.
1 plus cos x എന്താ? അത് 2 cos square x by 2 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുടർന്ന് ചെയ്ത് നോക്കാം. നമ്മളൊരു ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നോക്കാം. 1 minus cos x by 1 plus cos x ആണ് ചെയ്യേണ്ടത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 minus cos x എന്ന് പറഞ്ഞാൽ 2 sin square x by 2. 1 plus cos x എന്ന് പറഞ്ഞാൽ 2 cos square x by 2. 2 2 ക്യാൻസൽ അല്ലേ? sin square x by 2 by cos square x by 2. അല്ലെ, എന്താണ് sin by cos? sin by cos എന്ന് പറഞ്ഞാൽ tan ആണ്. അപ്പൊ sin square by cos square ആകുമ്പോൾ അത് tan square ആണ്. tan square x by 2. ഇനി നമുക്ക് ഇതിന് പകരം അപ്പൊ tan square x by സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇവിടെ മക്കൾ tan square x-ന് ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ ഉണ്ടോ? അല്ലെങ്കിൽ എന്തിന്റെങ്കിലും ഡെറിവേറ്റീവ് ആണോ tan square x? അല്ല. എന്നാൽ sec square x ആയിരുന്നെങ്കിൽ, ഇതിന് പകരം sec square x ആയിരുന്നെങ്കിൽ അതിന് ഇന്റഗ്രൽ വാല്യൂ ഉണ്ട്. sec square x എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡെറിവേറ്റീവാ? അത് tan x ന്റെ ഡെറിവേറ്റീവാ. എങ്കിൽ sec square x ന്റെ ഇന്റഗ്രൽ വാല്യൂ എന്തായിരുന്നു? അത് tan x ആയിരുന്നു. അപ്പൊ നമുക്ക് tan square x by 2 ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അത് ഡയറക്റ്റ് നമുക്ക് കാണാതെ പഠിച്ച് വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ tan square x by 2 നമ്മൾ എന്ത് ചെയ്യും? sec സ്ക്വയറിലേക്ക് മാറ്റാം. നമ്മൾ ഇപ്പോൾ ഒരു സംഭവം പഠിച്ചു. നമുക്കറിയാം tan square x എന്ന് പറഞ്ഞാൽ അത് sec square x minus 1 അല്ലേ? tan square x എന്ന് പറഞ്ഞാൽ sec square x minus 1 ആണ്. എങ്കിൽ tan square x by 2 എന്ന് പറഞ്ഞാൽ അത് sec square x by 2 minus 1 ആണ്. അപ്പൊ നമുക്ക് sec square x ന് ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ ഉണ്ട്, 1-നും നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? പറ്റും. അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതൂ. ഇന്റഗ്രൽ 1 minus cos x a by 1 plus cos x a dx ഈക്വൽ ടു, ഇതിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് ഇത് കൊടുക്കാം. അപ്പൊ എന്തായി? ഇന്റഗ്രൽ sec square x by 2 minus 1 ബാക്കി എന്താ? dx. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ sec square x by 2 dx minus integral 1 dx. What is integral of sec square x? Integral of sec square x എന്ന് പറഞ്ഞാൽ അത് tan x ആണ്. അപ്പൊ integral of sec square x by 2 എന്ന് പറഞ്ഞാൽ അത് tan x by 2 ആണ്. കഴിഞ്ഞോ? ഇല്ല. നമ്മൾ ആദ്യം പഠിച്ച ഫോം f of a x plus b ഫോമിലായിരുന്നു. നോക്കൂ, x ന്റെ കൂടെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താ? 1 by 2 ആണ്. അപ്പൊ f of a x plus b എന്താ പഠിച്ചേ? x ന്റെ കൂടെ നമ്പർ ഏതോ ബൈ ആ നമ്പർ എഴുതണമെന്ന് പഠിച്ചിട്ടായിരുന്നോ? അപ്പൊ x ന്റെ കൂടെ 1 by 2 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ആ 1 by 2 ഇനി താഴെ എഴുതണം. ഓക്കെ, മൈനസ് വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1? ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ x പ്ലസ് എന്താ? c. ഓക്കെ, നമുക്ക് ആൻസർ മാത്രം എഴുതാം. ആൻസർ എങ്ങനെയാണ്? ഈക്വൽ ടു ഈ tan x by 2 by 1 by 2. ഈ by 2 അങ്ങ് മേളിൽ പോകത്തില്ലേ? മേളിൽ പോയി എങ്ങനെയാവും? 2 tan x by 2 മൈനസ് x പ്ലസ് c. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ചെയ്ത് മനസ്സിലായോ? ഈ ട്രിഗണോമെട്രിക് വാല്യൂ കാണാൻ പഠിച്ചു വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan സ്ക്വയറിലേക്ക് വന്നു, അതിനെ sec സ്ക്വയറിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രൽസ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ cos 2x by cos x plus sin x the whole square dx. ഓക്കെ, നമ്മളാണ് ഇത് മാത്രം ഞാൻ ഈ മാറ്റി എഴുതാണ്. അങ്ങനെയായി cos 2x by cos x a plus sin x a the whole square. എന്റെ മക്കളെ, cos 2x-ന് നമ്മൾ ഒരുപാട് വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. cos 2x എന്ന് പറഞ്ഞാൽ cos square x minus sin square x ആണ്. 2 cos square x minus 1 ആണ്. 1 minus 2 sin square x ആണ്. 1 minus tan square x by 1 plus tan square x ആണ്. ഇത്രയും 3-4 ഫോംസ് നമ്മൾ ഈ cos 2x-നെ മാറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഇവിടെ ഉപയോഗിക്കും എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. നോക്കൂ, താഴെ cos x plus sin x the whole square അല്ലേ? cos x ഉം sin x ഉം വന്നേക്കുന്ന ടേമാണ് താഴെ. നമുക്ക് മേളിലും അത് തന്നെ കൊടുക്കാം. cos 2x-നെ നമുക്ക് കോസും സൈനും തന്നെ ഏതാ ഉള്ളത്? cos square x a minus sin square x a. അതെന്താ? cos 2x ആണ്. ബൈ താഴെ എന്തുണ്ട്? cos x plus sin x the whole square. ഓക്കെ, മേളിൽ എന്ത് ഫോമിൽ നടക്കുന്നത്? ഇപ്പോ a square minus b square അല്ലേ? വാട്ട് ഇസ് a square minus b square എന്ന് പറഞ്ഞാൽ അത് a minus b into a plus b ആണ്. അപ്പോ മുകളിൽ എന്താവും? cos square x minus sin square x നെ നമുക്ക് cos x a minus sin x a into cos x a plus sin x a minus b into a plus b. അതാണ് a square minus b square. താഴെ എന്ത് വരും? cos x a plus sin x a the whole square. നോക്കൂ, ഇവിടുത്തെ cos x plus sin x, ഇവിടുത്തെ ഒരു cos x plus sin x പോതില്ലേ? ബാക്കി എന്തുണ്ട്? cos x minus sin x by cos x plus sin x. ഓക്കെ, നമുക്ക് ഈ ഫോമിലേക്ക് മാറി. എങ്കിൽ നമുക്ക് ഇതായി കൊടുത്തേക്കുന്ന ക്വസ്റ്റിനെ ഇതിലേക്ക് മാറ്റാമല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങോട്ട് മാറും? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ cos 2x a by cos x plus sin x the whole square dx which is equal to എന്തായി? cos x
മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ആയില്ലേ. നോക്കട്ടെ മക്കൾ, എന്താ പ്രത്യേകത ഇവിടെ? താഴെ കിടക്കുന്നു എന്തുണ്ട്? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. എന്താ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ എക്സ്. അത് മുകളിലുണ്ടോ? ഉണ്ട്. എന്താ പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. അപ്പൊ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡെറിവേറ്റീവ് എന്താണ്? അത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. അതെന്തായിരുന്നു? ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരുന്നു. നമുക്ക് ടി കൊടുക്കാതെ എഴുതാം. ടി കൊടുത്ത് കാണിക്കണോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, ന്യൂമറേറ്ററിലുണ്ട്. അപ്പം ഇത് ഏത് ഫോമില? ഇപ്പം ഇത് ഏത് ഫോമില? നമ്മൾ പഠിച്ച ഫോമാ എഫ് ഡാഷ് എക്സ് എ ബൈ എഫ് ഓഫ് എക്സ് ഫോമില ഇന്റഗ്രൽ. അത് നമുക്ക് ഡയറക്റ്റ് എങ്ങനെ എഴുതാം? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. എങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ എങ്ങനെ? ലോഗ് മോഡ് ഡിനോമിനേറ്റർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് എന്ത്? സി. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസ്. കുറച്ച് ടൈപ്പ് ഫംഗ്ഷൻസ് വന്നാൽ അതിന്റെ ഇന്റഗ്രൽസ് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, അറിയാലോ, റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, എന്നാലും ഓടിച്ചു പറയുകയാണ്, എല്ലാവരും എഴുതിയെടുത്തങ്ങ് പഠിച്ചേക്കുക. നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് കൃത്യമായി എഴുതി പഠിക്കുകയാണെങ്കിൽ ഇന്റഗ്രൽസ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇങ്ങനെയാണ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഈ ഫോമിലാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്താ? 1/a tan ഇൻവേഴ്സ് എക്സ് ബൈ. എങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിലോ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ്. അതുപോലെ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഇനി ഡിനോമിനേറ്റർ റൂട്ട് വരികയാണെങ്കിൽ, ഈ സെയിം ഡിനോമിനേറ്റർ റൂട്ട് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് ബൈ ഇത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഓക്കെ, അതുപോലെ ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ലാസ്റ്റ് വൺ ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വന്നാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഫോംസ് വളരെ കൃത്യമായി എഴുതിയെടുക്കുക, റിലേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 പർട്ടിക്കുലർ ഫംഗ്ഷൻസ് പഠിച്ചു. ഒരു പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ട് ആ ഫോം തന്നിട്ട് നമുക്ക് ഇന്റഗ്രൽസ് കാണും. എന്നാൽ അത് കൂടുതൽ നമുക്ക് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇതുപോലെ ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അധികം ഫോംസ് പഠിക്കാനുണ്ട്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് നമ്മളിപ്പോൾ പഠിച്ച 6 ഫോമിലേക്ക് മാറ്റുക. എന്നിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇന്റഗ്രൽ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്റഗ്രൽ 1/x സ്ക്വയർ മൈനസ് 6x പ്ലസ് 13. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ, ഇല്ല. എന്നാൽ ഈ തന്നേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ പഠിച്ച 6 ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx ബൈ എക്സ് സ്ക്വയർ. അതുപോലെ എഴുതാം. നമ്മൾ ഇത്രയേ ഉള്ളൂ. താഴെ കിടക്കുന്നതിന് നമ്മൾ ഏത് ഫോമിലേക്ക് ആക്കുക? റൂട്ട് ഉണ്ടോ? റൂട്ടില്ല. റൂട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ 3 ഫോമിലേക്ക് മാറ്റാം. അപ്പം പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് ഇതിനെ മാറ്റണം. പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, ക്ഷമിക്കുക, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതിന് രണ്ട് എന്താ പറയാ, ഒരു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റി നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രം ചെയ്താൽ മതി. എക്സ് സ്ക്വയർ അതുപോലെ എഴുതുക, മൈനസ് 6x എഴുതുക. ഇവിടെ മക്കളെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യം, എന്താണോ എക്സിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്. 6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 ആണ്. ആ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, ആ സെയിം സാധനം മൈനസ് ചെയ്യുക. അപ്പൊ ക്യാൻസൽ ആയപ്പോഴും അധികം എന്നിട്ടൊരു 13 ഉണ്ട്. എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ അതുപോലെ എഴുതുക, എക്സിന്റെ ടൈമും അതുപോലെ എഴുതുക, എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ക്യാൻസൽ ആയപ്പോഴും ബാക്കി 13 അതുപോലെ എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഇതെങ്ങനെയാവും? ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോം ആയിരിക്കും. ഇങ്ങനെയാണ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. വാട്ട് ഇസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ? അത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എക്ക് പകരം എക്സ് മൈനസ് ബിക്ക് പകരം 3 ദ ഹോൾ സ്ക്വയർ. ഇവിടെ പ്ലസ് 6x ആയിരുന്നെങ്കിലോ? പ്ലസ് 6x ആയിരുന്നെങ്കിൽ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആയി. മൈനസ് എന്താണ്? മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് എന്തുണ്ട്? 13. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയായിട്ട് മാറും? ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് മൈനസ് 3 സ്ക്വയർ മൈനസ് 9 പ്ലസ് 13 ദാറ്റ് ഈസ് പ്ലസ് 4. നമുക്ക് പ്ലസ് 4 എങ്ങനെ എഴുതാം?
പ്ലസ് 4നെ നമുക്ക് ഇന്റഗ്രൽ dx ബൈ എക്സ് മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് 4നെ നമുക്ക് 2 സ്ക്വയർ എഴുതി കൂടെ. ഇപ്പൊ ഏത് ഫോമിലായി? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റഗ്രൽ dx ബൈ ഈ എക്സ് മൈനസ് 3 മാറ്റിയല്ല, അതിന് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലല്ലേ. ഇത് ഇന്റഗ്രൽ dx ബൈ ഇത് മൊത്തത്തിൽ എക്സ് ആയിട്ട് കൂട്ടിയാൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലല്ലേ. അതിന് ഡയറക്റ്റ് നമുക്ക് വാല്യൂ അറിയത്തില്ലേ. എന്നാൽ ഇവിടെ എക്സിന്റെ കൂടെ -3 ഇല്ലേ. എക്സിന്റെ കൂടെ -3 ഉള്ളത് കൊണ്ട് എക്സ് -3 ആണ് നടക്കുന്നത്. നമ്മൾ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്? ടി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? എക്സ് -3ക്ക് ടി എന്ന് കൊടുക്കാം. അതായത് ടി ഈക്വൽ ടു എക്സ് -3. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡി ടി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 3 0. ഈ ഡി എക്സിന് അപ്പുറം പോയി എന്താവും? ഡി ടി ഈക്വൽ ടു ഡി എക്സ് ആവും. ഡി ടി ഈക്വൽ ടു ഡി എക്സ് ആവും. അപ്പൊ നമുക്ക് ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. എക്സ് -3ക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് -3ക്ക് പകരം ടി എന്ന് കൊടുക്കാം. അപ്പൊ ഇത് എങ്ങനെയായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സിന് പകരം ഡി ടി ബൈ എക്സ് -3ക്ക് പകരം ടി ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇപ്പൊ എന്ത് ഫോമിലായത്? ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലായില്ലേ. ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആ ഫോമിലായല്ലോ. ആ ഫോം എന്താ? നമുക്കറിയാം, ഡയറക്റ്റ് ആൻസർ അറിയാം. അത് 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. എക്സിന് പകരം ടി ബൈ എക്ക് പകരം 2 പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് ടി മാറ്റി കൊടുക്കാം. 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് വാട്ട് ഇസ് ടി? ടി എന്ന് പറയുന്നത് എക്സ് -3 ബൈ 2 പ്ലസ് എന്തുണ്ട്? സി. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ പറഞ്ഞേ? നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമ്മൾ ഇതിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന വെച്ച് നമ്മൾ ചെയ്തു. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തല്ല, ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തതാണ്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെ? -6 എക്സിന് കൂടെ നമ്പർ ഏതാണോ ആ നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, 13 അതുപോലെ എഴുതുക. ഇത് a - b ഹോൾ സ്ക്വയർ ഫോമിലാക്കുക. നമുക്കൊരു 2 സ്ക്വയർ 4 കിട്ടും. അത് 2 സ്ക്വയർ ആകും. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിനാണ് ഇത് വരുന്നത്. എക്സ് -3 ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? എക്സ് -3ക്ക് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആൻസർ എഴുതാം. ഒരു തെറ്റുമില്ല. എന്ത് എഴുതാൻ മതി നോക്കൂ. ഇത് 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലാണെങ്കിൽ നമുക്ക് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? എക്സ് -3 കൊടുത്താൽ മതി. ഡയറക്റ്റ് അങ്ങനെ എഴുതിയാലും ആൻസർ എന്തില്ല, തെറ്റൊന്നും ഇല്ല. ഓക്കെ, അടുത്ത നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ധാരാളമായി ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്റഗ്രൽ എക്സ് പ്ലസ് 2 ബൈ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 dx. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും? നമ്മൾ 6 ഫോം പഠിച്ച എന്തായിരുന്നു? ആ ഫോം എല്ലാം ന്യൂമറേറ്റർ 1 അല്ലേ, dx ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആ ഫോമിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഫോം വന്നാൽ, അതായത് ഇന്റഗ്രൽ ഓഫ് പി എക്സ് പ്ലസ് ക്യൂ ബൈ ഒരു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമിലേക്ക് ആണെങ്കിൽ, ഒന്നുമില്ല, മേളിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു പഠിച്ചേക്കാം. ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. ഇത് ചെയ്യുക, എയും ബിയും കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാവും? അപ്പം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 പ്ലസ് എന്തുണ്ട്? ബി. ഓക്കെ, അപ്പോ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ ഇൻറ്റു വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. 2x സ്ക്വയറിൻ്റെത് 4x പ്ലസ് 6xൻ്റെത് 6, 5ന്റെ 0 നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് എന്ത് വരും? ബി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് ബി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്തേക്കാം, കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 4x ഇൻറ്റു എ 4ax പ്ലസ് 6 ഇൻറ്റു എ 6a പ്ലസ് ബി. എക്സ് ഉള്ളൊരു ടേമും എക്സ് ഇല്ലാത്തത് കിട്ടി. ഇനി നമ്മൾ എയും ബിയും കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്യുക. കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ്. ഓക്കെ, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കൂടെയുള്ള നമ്പർ അത് 1 ആണ്, ഈക്വൽ ടു ഇവിടെ എക്സിന്റെ കൂടെയുള്ള എന്താണ്? 4a ആണ്. അപ്പം 1 ഈക്വൽ ടു 4. 1 ഈക്വൽ ടു 4a ആണെങ്കിൽ എ എന്തായിരിക്കും? 4 ഇങ്ങ് താഴെ വരും, 1/4. അപ്പൊ നമുക്ക് എ കിട്ടി 1/4. ഇനി നമുക്ക് എന്ത് വേണം? ബി വേണം. ബി എങ്ങനെ കിട്ടും? ബി കിട്ടാൻ ഒന്നുമില്ല. ഇനി കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യേണ്ട കോൺസ്റ്റന്റ് ഇക്വേറ്റ്, എക്സ് ഇല്ലാത്ത ടേം തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം.
ഇവിടെ എക്സ് ഇല്ലാത്തത് എന്താ ഉള്ളത്? എക്സ് ഇല്ലാത്തത് 2 ആണ്. ഇവിടെ എക്സ് ഇല്ലാത്തത് 6a+b ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ബി കണ്ടുപിടിക്കാം. നമുക്കിപ്പോ ഓൾറെഡി എന്തറിയാം? നമുക്ക് ഓൾറെഡി എയുടെ വാല്യൂ അറിയാമല്ലോ. അപ്പം നമുക്ക് ബി അല്ലേ വേണ്ടേ? എങ്കിൽ ഇത് ഇപ്പുറം കൊണ്ടുവന്നാ പോരെ. അപ്പൊ ബി ഈക്വൽ ടു 2 - 6a അല്ലേ? ആ, വിച്ച് ഇസ് ഈക്വൽ ടു 2 - 6 ഇൻറ്റു എക്ക് പകരം എന്താ? എ എന്ന് പറഞ്ഞാൽ അത് 1/4 ആണ്. ക്യാൻസൽ ചെയ്താൽ 3/2 എന്ന് വരും. അതായത് 2 - 3/2. 2 - 3/2 രണ്ടിൽ നിന്നും 1.5 കുറച്ചാൽ നമുക്ക് 1/2 ആണ്. അപ്പൊ 2 - 3/2 എന്തോ 1/2. അപ്പൊ ബി എന്ത് കിട്ടി? 1/2 കിട്ടി. അപ്പൊ മനസ്സിലായി പറഞ്ഞേ. നമുക്ക് തന്നേക്കുന്ന ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതി. അതിൽ നിന്ന് കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ചു. അത്രയും വരെ നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ തന്നേക്കുന്ന ഈ സംഭവം കണ്ടോ? നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റായി. ഇവിടെ നമ്മൾ എക്കും ബിക്കും വാല്യൂ എടുക്കാൻ പോകും. അപ്പൊ എങ്ങനെയാവും? x+2 ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 1/4 ആയിരുന്നു. അപ്പം 4x+6 1/4 ഇൻറ്റു 4x+6 എക്ക് പകരം 1/4 കൊടുത്തു. പ്ലസ് ബിക്ക് പകരം എന്ത് കൊടുക്കാം? 1/2 കൊടുത്തു. ഓക്കെ, മനസ്സിലായി പറഞ്ഞേ. നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ അല്ലേ കാണണ്ടേ? ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ x+2 മാത്രമല്ലേ ഉള്ളൂ. ഡിനോമിനേറ്റർ വേണ്ടേ? അതിനെന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ എക്സ്പ്രഷനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഡിനോമിനേറ്റർ കൊടുത്താൽ അത് x+2 / 2x² + 6xa + 5 ആകും. അപ്പുറത്തോ ഒരു 1/4 ഉണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പുറത്ത് 4x+6 ഉണ്ട്. ബൈ എന്ത് കൊടുക്കുക? ഇത് കൊടുക്കുക. 2x² + 6x + 5 ആകും. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് ഒരു 1/2 ഉണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? താഴെ എന്ത് കൊടുക്കാനാ പറഞ്ഞേ? ഈ ഡിനോമിനേറ്റർ കൊടുക്കുക. അപ്പൊ എന്താവും? 1/2 ഇൻറ്റു 1 ആ ഡിനോമിനേറ്റർ എന്തായിരുന്നു? 2x² + 6x + 5 എന്നായി. ഓക്കെ, ഇത്രയും കാര്യം പറയാൻ മനസ്സിലായോ? ഒന്നുമില്ല, എയും ബിയും കണ്ടുപിടിച്ച് ഓൾറെഡി പറഞ്ഞിരുന്നത് മനസ്സിലായി കാണും. ആ എക്സ്പ്രഷൻ വീണ്ടും എടുത്തെഴുതി എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ആ ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടി. നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ആണ് കാണേണ്ടത്. അതിനെന്ത് ചെയ്യാൻ നോക്കൂ? ഇവിടെ ഇന്റഗ്രൽ ഓഫ് ദിസ് വൺ dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് വൺ dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് ദിസ് വൺ dx. നോക്കൂ, ചെയ്ത് മനസ്സിലായോ എന്ന്? നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ആയിരുന്നു കാണേണ്ടത്. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറ്റി. ഇനി നമുക്ക് കാര്യങ്ങൾ എന്താണ്? വളരെ എളുപ്പമാണ്. അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഇത്രയും കാര്യം വ്യക്തമായാലോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടെ ചെയ്തു വരിക. ഓക്കെ ഓക്കെ, നമുക്ക് രണ്ട് ഇന്റഗ്രൽ ഉണ്ട്. നമുക്ക് രണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ച് നോക്കാം തൽക്കാലം. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ അത് എങ്ങനെയായിരിക്കും വരുന്നത്? ശ്രദ്ധിക്കും എല്ലാവരും. നമുക്ക് ആദ്യം ഇത് നോക്കൂ. ഇന്റഗ്രൽ ഓഫ് 4x + 6 / 2x² + 6x + 5 dx. എളുപ്പമല്ലേ കാര്യം? നോക്കട്ടെ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ 4x + 6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലായിരുന്നോ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ 4x + 6. ആ ഡിനോമിനേറ്റർ ആണ് താഴെ കിടക്കുന്നത്. താഴെ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ആ ആൻസർ എന്ന് പറഞ്ഞാൽ അത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ 2x² + 6x + 5 + c. അപ്പൊ നമുക്ക് ഒരു സംഭവത്തിന് ആൻസർ എന്ത് കിട്ടി? ഒരു 1/4 കൂടെ കൂടുണ്ട്. നമുക്ക് അതും കൊടുത്തേക്കാം. 1/4 ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അതിന്റെ ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇനി രണ്ടാമത് സംഭവം ഉണ്ട്. 1/2 ഇൻറ്റു ഇന്റഗ്രൽ 1/2x² + 6x + 5. അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മൾ മുമ്പ് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർമ്മയില്ലേ? നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തത് അതേ മോഡലിൽ അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്തിട്ട് അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്തായി? ആൻസർ ആയി. നോക്കൂ, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്തെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാ നോക്കൂ. നമ്മുടെ ക്വസ്റ്റ്യൻ 1/2 ഇന്റഗ്രൽ, ഒരു കാര്യം ചെയ്യാം, നമുക്കത് മാറ്റി ഇവിടേക്ക് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ മായ്ക്കുകയാണ് ഞാൻ കേട്ടോ. എല്ലാവരും എഴുതും തന്നെ വിചാരിക്കുന്നു. നോക്കൂ, നമുക്ക് രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് അതാണ്. 1/2 ഇന്റഗ്രൽ 1/x² 2x² + 6x + 5 dx ആണല്ലോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു x² കോഎഫിഷ്യന്റ് 1 ആണെങ്കിലാണ് നമുക്ക് എക്സിന്റെ കൂടെ ഉള്ളവന്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ x² കൂടെ ആരുണ്ട്? ഒരു 2 ഉണ്ട്. നമുക്ക് ആ 2 ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ആ 2 മൊത്തത്തിൽ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മതി. ആ 2 പുറത്ത് വന്നാൽ ഇവിടെ ഒരു 1/2 ഉണ്ട്. ഒരു 2 കൂടെ പുറത്ത് വന്നാൽ ഒരു 1/2 കൂടിയാകും. 2 പുറത്ത് വന്നല്ലോ. ഇന്റഗ്രൽ ബാക്കി എന്തുണ്ട്? 1/,
ഇവിടുന്ന് 2 പോയാൽ ബാക്കി x², ഇവിടുന്ന് 2 പോയാൽ ബാക്കി 3x, 5 നിന്ന് 2 പോയാൽ ബാക്കി 5/2 dx. ഓക്കെ, വാട്ട് ഇസ് 1/2 into 1/2? അത് 1/4 ആണ്. ഇന്റഗ്രൽ dx ബൈ, ഞാൻ എന്ത് പറഞ്ഞു, x² അതുപോലെ എഴുതുക, 3x അതുപോലെ എഴുതുക. സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെ? എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതി, 3യുടെ പകുതി 3/2 ആണ്, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അതിന്റെ സ്ക്വയർ മൈനസ് ചെയ്യുക, പിന്നെ എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരു 5/2 ഉണ്ട്, പ്ലസ് അതും കൂടെ എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ, a² + 2ab + b² ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, a+b² എഴുതാം. അപ്പൊ എങ്ങനെയായി, 1/4 ഇന്റഗ്രൽ dx ബൈ, ഇതിനെ ഇത്രയും ഭാഗത്തെ എങ്ങനെ എഴുതാം, x അതായത് a പ്ലസ് b, ബിക്ക് പകരം 3/2 the whole square. ബാക്കി എന്തുണ്ട്, മൈനസ് 3/2 സ്ക്വയർ, 3യുടെ സ്ക്വയർ 9/4 പ്ലസ് നമുക്ക് ഈ 5/2 കൂടെ ഡിനോമിനേറ്റർ 4 ആക്കാം. അപ്പൊ 2 എന്ന് പകരം 4 കൊടുത്തു, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 4, ആ 2 കൊണ്ട് മേളിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആണ്. മനസ്സിലായോ? ഡിനോമിനേറ്റർ സെയിം ആക്കി എളുപ്പത്തിന് വേണ്ടി, ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ 2 അങ്ങ് 4 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു, ആ 2 അങ്ങ് മേളിലും ചെയ്തു, 5 എന്തായി, 10 ആയി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഈക്വൽ ടു 1/4 ഇന്റഗ്രൽ dx ബൈ x + 3/2 the whole square. നോക്കൂടെ മക്കളെ, മൈനസ് ആണോ, -9 + 10, -9 + 10 എന്താ, +1, +1 ബൈ ഡിനോമിനേറ്റർ സൈഡ് 4. ചെയ്ത് മനസ്സിലാവുണ്ടോ? 1/4 അതുപോലെ എഴുതി, ഇത് അതുപോലെ എഴുതി, ഇത് കുറച്ചപ്പോൾ എന്ത് കിട്ടി, 10/4 - 9/4 എന്താ, 1/4. ഇത്രയായല്ലോ. നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പോവുകയാണ്. നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം, നമ്മൾ എഴുതുന്നത് ഈക്വൽ ടു 1/4 ഇന്റഗ്രൽ dx ബൈ x + 3/2 the whole square പ്ലസ്, മക്കളെ 1/4 നമുക്ക് 1/2 the whole square എഴുതി കൂടെ എഴുതാം. ഇപ്പൊ എന്ത് ഫോർമുല ഇത്, dx ബൈ x² + a² ഫോർമുല ആയില്ലേ. എന്താണ് ഇന്റഗ്രൽ dx ബൈ x² + a²? അത് 1/a tan inverse x/a അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ച ആ 6 എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ 6 ഇന്റഗ്രൽ ഫോംസിൽ ഫസ്റ്റ് 1 ആയിരുന്നു അത് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം, ഒരു 1/4 പുറത്തുണ്ട്, ഇതിന്റെ ആൻസർ എങ്ങനെ, 1/a, എക്ക് പകരം 1/a ക്ക് പകരം 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a, എക്സിന് പകരം x + 3/2 ബൈ എക്ക് പകരം 1/2 പ്ലസ് ഒരു സി ആണല്ലോ. ഈക്വൽ ടു ഈ 4ഉം 2ഉം വെട്ടിയ മേളിൽ 2 വരും, ബാക്കി എന്തുണ്ട്, 1/2 ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും, ക്രോസ് ചെയ്യാം, x × 2 2x പ്ലസ് ഒരു 3 വരും, ബൈ ഒരു 2 ഉണ്ട്, ഹോൾ ഡിവൈഡ് ബൈ ഒരു 1/2 ഉണ്ട്, പ്ലസ് എന്തുണ്ട്, സി ഉണ്ട്. നോക്കൂ, ഈ 2ഉം 2ഉം ക്യാൻസൽ ആണ്, ബാക്കി എന്തേ ഉള്ളൂ, നമുക്ക് ആൻസർ ആയി, ബാക്കി 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് 2ഉം 2ഉം ക്യാൻസൽ ആയാൽ 2x + 3 പ്ലസ് നമുക്ക് എന്തായി, ആൻസർ ആയി. നോക്കൂ, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ആദ്യത്തെ ആൻസർ ഡയറക്റ്റ് നമുക്ക് എഴുതാം, എല്ലാ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും, കാരണം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ. അപ്പം ലോഗ് മോഡ് ഡിനോമിനേറ്റർ എഴുതിയാൽ മതി, അത് ഓക്കെയാണ്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ വെച്ചതാ x² + a² ഫോമിൽ കൺവേർട്ട് ചെയ്തു. നമുക്ക് അതിനെ 1/a tan inverse x/a എന്ന് എഴുതാം. അത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടി. അപ്പൊ രണ്ട് ഭാഗത്തിന്റെയും ആൻസർ ആയില്ലേ. രണ്ട് ഭാഗത്തിന്റെയും ആൻസർ ആയാൽ ഇവിടുന്ന് നമുക്ക് ബാക്കി എഴുതാം. നോക്കൂ, ഈ ആൻസർ എങ്ങനെയായിട്ട് മാറും, ഈക്വൽ ടു ഇത് എന്ത് കിട്ടി, 1/4 ലോഗ് മോഡ് 2x² + 6x + 5 കിട്ടി. നിങ്ങൾ സെപ്പറേറ്റ് ഒരു വഴിയായിട്ട് എഴുതണം കേട്ടോ, സ്ഥലമില്ല, പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ മാറ്റിക്കൊണ്ട് എഴുതുകയാണ്. ഓക്കെ, പ്ലസ് ഇതിന് പകരം എന്ത് എഴുതാം, ഈ കിട്ടിയ ആൻസർ, അതിന് പകരം 1/2 tan inverse of 2x + 3, രണ്ട് സിയും കൂടെ ചേർത്ത് ഒറ്റ സി ആയിട്ട് പ്ലസ് സി കൊടുത്താൽ മതി, നമ്മുടെ ആൻസർ ആയി. നമുക്കെല്ലാം അറിയാം, ഈ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ചധികം സമയം നമുക്ക് എടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്ലാസ് തുടർന്ന് നമ്മൾ ഫുൾ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡ് മാറും. അതുകൊണ്ട് നമുക്ക് 2 എപ്പിസോഡ് എടുത്ത് തീർക്കാം. ഫസ്റ്റ് എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതെല്ലാവരും എഴുതി അങ്ങ് പഠിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ അടുത്ത എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.